ഒരു പകൽ മുഴുവൻ കേരളത്തെയാകെ മുൾമുനിൽ നിർത്തിയതാണ് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് നമ്മുടെയൊക്കെ സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരുന്നു ഈ നാട്. തലസ്ഥാന നഗരവും പരിസര പ്രദേശങ്ങളും അരിച്ചുപെറുക്കി ഓരോ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോലീസിന്റെ ഉള്ളിലും തീയായിരുന്നു. മേരി എന്ന ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് എന്ന ഒരു ജനതയുടെ പ്രാർത്ഥന ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. കാണാതായ സ്ഥലത്തിന് സമീപത്തുള്ള കാണയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് അവൾക്ക് സംഭവിച്ചത്? തട്ടിക്കൊണ്ടുപോകലാണെങ്കിൽ ആ സംഘത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു? പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒരു പകൽ മുഴുവൻ കേരളം ആശങ്കയിലായിരുന്നു. ഒടുവിൽ ആശ്വാസ വാർത്തയെത്തിയത് രാത്രി 7:45 താമസിച്ചിരുന്ന ടെന്റിന് 1/2 കിലോമീറ്റർ അകലെയുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തി. കാണാതായി 19 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തൽ. മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ജനോഷാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ ആരോ കൊണ്ട് കിടത്തിയ നിലയിലായിരുന്നു എന്ന് ജനോഷ് ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ സെർച്ച് ചെയ്ത് പോയാൽ കാണാൻ പറ്റാത്തൊരു സ്ഥലത്തായിരുന്നു. ഏകദേശം 6-7 അടി ഇതുള്ളൊരു ഹൈറ്റുള്ളൊരു കുഴിക്കകത്തായിരുന്നു. നടക്കുന്ന ഒരു ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പാത പോലെ അവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാടിന് ഞാൻ മാറ്റിയിട്ട് അകത്തോട്ട് നമ്മൾ കയറിയായിരുന്നു. കയറിയപ്പോഴത്തേക്കും ഈ കുഞ്ഞിങ്ങനെ മലർന്ന് കണ്ണിങ്ങനെ ഫുള്ള് കൊന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുഞ്ഞ് ഒരു അനക്കമില്ല. ലൈറ്റ് ഇങ്ങനെ അടിച്ചപ്പോഴത്തേക്കും ആ മൊബൈലിൻ്റെ ഫ്ലാഷിൻ്റെ ഇതിൽ കുഞ്ഞ് കണ്ണ് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം കുഞ്ഞ് ആദ്യം ഡെത്തായെന്നാണ് വിചാരിച്ചത്. സാറിനോട് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞ് ടക്കനെ ഞെട്ടിയങ്ങ് വളർന്നു. ഒരു 2 വേരിൻ്റെ ഇടയിൽ കുഞ്ഞിനെ മലർത്തി കിടത്തിയിരിക്കുകയായിരുന്നു. ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി എങ്ങനെ ആ ഭാഗത്തെത്തി എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്ന് DCP അറിയിച്ചു. പുറമെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. തട്ടിക്കൊണ്ടുപോയ സംഭവം വലിയ മാധ്യമ ശ്രദ്ധ നേടിയതോടെ കുട്ടിയെ ഉപേക്ഷിച്ചതാകാമെന്ന് പോലീസ് കരുതുന്നു. കഴിഞ്ഞ എല്ലാ മണിക്കൂറുകളായിട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ നമ്മൾക്ക് വിവരം കിട്ടിയ ആ നിമിഷം മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളവരാണ്. നമ്മളെല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മീഡിയ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ എല്ലായിടങ്ങളും തെരഞ്ഞുകൊണ്ടിരുന്നതാണ്. സോ ഈ ഒരു അവസരത്തിൽ അതിന് എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശദീകരിക്കാം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് സൂചനയൊന്നും ലഭിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ കാണാതായ സ്ഥലത്ത് CCTVകൾ ഇല്ലാതിരുന്നത് തിരിച്ചടിയാണ്. ചാക്ക ഓൾ സയൻസ് ഭാഗത്തെ CCTVകൾ പരിശോധിക്കുന്നത് തുടരും. കുട്ടിയുടെ കുടുംബം സ്ഥിരമായി കുളിക്കാൻ പോകുന്ന കടവിലേക്കുള്ള വഴിയിലാണ് കാട് പിടിച്ച ഓട. കുട്ടി തനിയെ പോയതാണോ എന്ന കാര്യവും പരിശോധനാ വിഷയമാണ്. എന്നാൽ റെയിൽവേ ട്രാക്കിലെ മെറ്റലും കാട് പിടിച്ച പ്രദേശവും താണ്ടി 2 വയസ്സുകാരി ഇവിടെ വരെ പോകില്ല എന്നാണ് നിഗമനം. കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. മൊഴിയിൽ പറഞ്ഞ മഞ്ഞ സ്കൂട്ടറിനെ കുറിച്ചും അന്വേഷണം തുടരുകയാണ്. കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടെന്ന സാക്ഷിമൊഴിയും നേരത്തെ പുറത്തു വന്നിരുന്നു. ബീഹാർ സ്വദേശികളായ അമർദ്വീപ് റമീന ദേവി ദമ്പതികളുടെ 2 വയസ്സുള്ള മകൾ മേരിയെ അർദ്ധരാത്രി മുതലാണ് കാണാതായത്. നാടോടി ദമ്പതികളായ ഇവർക്ക് 4 കുട്ടികളാണുള്ളത്. ഇവരെല്ലാം ഒന്നിച്ചുറങ്ങാൻ കിടന്നിരുന്നു. ഇക്കൂട്ടത്തിൽ നിന്നാണ് പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്നായിരുന്നു ദമ്പതികളുടെ പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം.